നാഗമണിക്ക 2-ന്റെ എപ്പിസോഡ് 15ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ മോഹിനി പാലസിൽ വരുമ്പോൾ എല്ലാവരും പാർട്ടിയിൽ ഇടാൻ വേണ്ടി ഡ്രസ്സും ഓർണമെന്റ്സും സെലക്ട് ചെയ്യുന്നത് കാണുകയാണ്. അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. പാറുവിനെ മാത്രം അവിടെ കാണാത്തതിൽ മോഹിനിക്ക് ഡൗട്ട് തോന്നുകയാണ്. രംഭ കൊണ്ടുവന്നത് പാറുവാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന രൂപ എവിടെ പോയി എന്ന് ആലോചിച്ച് മോഹിനി നിൽക്കുമ്പോൾ അവിടേക്ക് ബുൾബുലിനെ ഓട്ടിച്ചുകൊണ്ട് രൂപ അവിടെ വരുന്നു. ഓടി വരുന്ന രൂപ കൺട്രോൾ പോയി മുന്നിൽ നിൽക്കുന്ന ദേവിനെ പോയി ഇടിക്കുകയും ദേവും പാറുവും കൂടി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അപ്പോൾ ദേവിന്റെ കയ്യിൽ ഇരിക്കുന്ന സാരി രണ്ടുപേരുടെ ശരീരത്തിൽ ചുറ്റുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം മുഖത്ത് നോക്കി കിടക്കുകയാണ്. മുത്തശ്ശനും മോഹിനിക്കും അതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. ദേവികയും ബുൾബുലും സന്തോഷത്തോടെ നിൽക്കുന്നു. ദേവും പാറുവും കൂടി സാരിയുടെ ചുറ്റിൽ നിന്ന് പുറത്തു വരാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് രണ്ടുപേർക്കും അതിന് കഴിയുന്നില്ല. ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന മോഹിനി സാരി കട്ട് ചെയ്ത് അവരെ സെപ്പറേറ്റ് ആക്കുകയാണ്. ശേഷം മുത്തശ്ശൻ മരുമകളായ മോഹിനിക്ക് നെക്ലസ് സെറ്റ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. അതെല്ലാം കാണുന്ന ദേവ് പാറുവിനെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല. അവളോട് എനിക്ക് സ്നേഹവും ഇല്ല, എന്നാലും അവൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അവൾക്ക് കിട്ടണമെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കുമുള്ള ചായയുമായി വരുന്ന പാറുവിനെ കാണുന്ന ദേവികയും ദേവും വിഷമത്തോടെ നിൽക്കുകയാണ്. കാരണം മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് പാറുവിന്റെ യഥാർത്ഥ അവകാശം പാറുവിന് കൊടുക്കാൻ കഴിയില്ല. ദേവിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാൾ നിൽക്കുമ്പോഴും അവകാശങ്ങൾ തട്ടിയെടുക്കുമ്പോഴും പാറുവിന്റെ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങളെല്ലാം തോന്നുന്ന പാറു എനിക്കൊന്നും തോന്നുന്നില്ല, ഞാൻ ബുൾബുലിന് വേണ്ടിയാണ് ഈ വിവാഹം കഴിച്ചത് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. പാറുവിനെ കാണുന്ന ദേവിക പാറുവിന് ഒരു നെക്ലസ് എടുത്ത് ഗിഫ്റ്റായി കൊടുക്കുകയാണ്. അത് കാണുന്ന മുത്തശ്ശനും മോഹിനിയും ദേവികയോട് എന്തിനാണ് ജോലി ചെയ്യുന്ന പെൺകുട്ടിക്ക് ഇത്രയും വില കൂടിയ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മോഹിനി ദേവികയുടെ കയ്യിൽ നിന്ന് നെക്ലസ് കയ്യിൽ വാങ്ങിയിട്ട് ഒരു ചെറിയ മാലയെടുത്ത് പാറുവിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പാറുവിനോട് പാറുവിന്റെ സ്റ്റാറ്റസിന് അനുസരിച്ചുള്ള ഗിഫ്റ്റ് ഇതാണെന്ന് പറയുകയാണ്. അത് കേട്ട് ദേവികയ്ക്കും ബുൾബുലിനും ദേവിനും അത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. പാറു കയ്യിൽ കിട്ടിയ മാല തിരിച്ച് മോഹിനിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് മോഹിനിയോട് എത്ര വില കൂടിയ ഡയമണ്ട് മാലയെക്കാളും വിലമതിക്കാനാകാത്ത ഗിഫ്റ്റ് ആയ താലിമാല എന്റെ കഴുത്തിലുണ്ട്, അത് ഉള്ളിടത്തോളം എനിക്ക് ഒരു വില കൂടിയ ഗിഫ്റ്റിന്റെയും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവ്. പാറു പറഞ്ഞത് ദേവികയ്ക്ക് ഇഷ്ടപ്പെടുകയാണ്. ശേഷം എല്ലാവരും പാർട്ടിക്ക് വേണ്ടി റെഡിയാകാൻ വേണ്ടി അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ മുത്തശ്ശൻ റൂമിലെ അലമാരയിൽ നിന്നും ഒരു ബോക്സ് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ നാഗത്തിനെ കണ്ടത് സത്യമാണ്, അത് എനിക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞ് ആ ബോക്സിന്റെ അകത്തു നിന്നും ഒരു മാന്ത്രിക യന്ത്രം മുത്തശ്ശൻ എടുക്കുകയാണ്. മനുഷ്യരല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഈ യന്ത്രത്തിന്റെ മുന്നിൽ വരും, അതും അവരുടെ യഥാർത്ഥ രൂപത്തിൽ. പാർട്ടി നടക്കുന്ന സ്ഥലത്ത് മാന്ത്രിക യന്ത്രം ഓൺ ആക്കാമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് മുത്തശ്ശൻ. ശേഷം പാർട്ടി നടക്കുകയാണ്. ഇൻവൈറ്റ് ചെയ്ത എല്ലാവരും പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. മുത്തശ്ശൻ മോഹിനിയോടും ദേവിനോടും ചെയറിൽ പോയി ഇരിക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി ദേവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പോകുമ്പോൾ മോഹിനി പാറുവിനെ നോക്കിയാണ് പോകുന്നത്. അതെല്ലാം കണ്ട് പാറു വിഷമത്തോടെ നിൽക്കുകയാണ്. ദേവും പാറുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. മുത്തശ്ശൻ ദേവിനെയും മോഹിനിയെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. മുത്തശ്ശൻ പോകുന്നത് കാണുന്ന പാറു ദേവിന്റെ അടുത്ത് പോയിട്ട് ദേവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ദേവിനോട് ഈ നാടകം കഴിഞ്ഞു എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അമ്മയുടെ ആശീർവാദം വാങ്ങാൻ പോകാമെന്ന് പറയുമ്പോൾ ദേവ് പാറുവിന്റെ കൂടെ പോവുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മോഹിനി. പാറു സന്തോഷത്തോടെ പോവുകയാണ്. മോഹിനിക്കുണ്ടായ ഇൻസൾട്ട് കാരണം മോഹിനി വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് പാറുവിന് സന്തോഷം തോന്നുകയാണ്. രൂപ പാറുവാണെങ്കിലും അല്ലെങ്കിലും രൂപയെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുകയാണ് മോഹിനി. ശേഷം പാറുവും ദേവും കൂടി ദേവികയുടെ അടുത്ത് പോയി ആശീർവാദം വാങ്ങുകയാണ്. അത് കണ്ട് നിൽക്കുന്ന കുറച്ച് ഗസ്റ്റ് ദേവിന്റെ വൈഫ് രൂപയാണെന്നും മോഹിനി വെറുതെ ആക്ട് ചെയ്യാൻ മാത്രം നിൽക്കുന്നതാണെന്നും ദേവിന്റെയും രൂപയുടെയും ജോഡിയാണ് സൂപ്പർ എന്നും പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന മോഹിനിക്ക് ദേഷ്യം വരികയും മോഹിനി രൂപയ്ക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ബുൾബുല് പാറുവിന് കുടിക്കാൻ വേണ്ടി ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കുകയാണ്. അത് കുടിക്കുന്ന പാറുവിന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. പാറുവിന് തലകറക്കം തോന്നുകയും പാറു അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം മോഹിനി ചെയ്തതാണ്. പാറുവിന് വേണ്ടി ബുൾബുൽ ഉണ്ടാക്കിയ ജ്യൂസിൽ മോഹിനി മാന്ത്രിക ശക്തിയിലൂടെ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാൽ താൻ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന പാറു അവിടെ നിന്നും പോകുന്നു. പുറകെ മോഹിനിയും പോകുന്നു. ഈ സമയം ദേവിക ദേവിനോട് രൂപയെ ഇവിടെ ഒന്നും കാണാനില്ല, അന്വേഷിച്ചു നോക്കാൻ പറയുകയാണ്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ദേവ് അവിടെ നിന്നും പോകുന്നു. ഈ സമയം മുത്തശ്ശൻ ആ മാന്ത്രിക യന്ത്രം എടുത്ത് ഓണാക്കിയിട്ട് മറഞ്ഞിരിക്കുകയും ഫോണിൽ വീഡിയോ എടുക്കുകയും ചെയ്യുകയാണ്. ഈ
യന്ത്രത്തിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ട് മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സൗണ്ട് കേട്ട് അവിടേക്ക് ആരാണ് വരുന്നതെന്നും പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് മുത്തശ്ശൻ. ഈ സമയം പാറുവിനും മോഹിനിക്കും രംഭയ്ക്കും ബുൾബുലിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. അവർ ഓരോരുത്തരായി അവരുടെ യഥാർത്ഥ രൂപത്തിലാവുകയാണ്. അവരെല്ലാവരും എങ്ങനെയാണ് പെട്ടെന്ന് രൂപം മാറിയതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. മുത്തശ്ശൻ ആരെങ്കിലും വരുന്നുണ്ട് എന്ന് നോക്കിയിരിക്കുമ്പോൾ അവിടെ രണ്ട് നാഗങ്ങൾ വരികയും അവർ മാന്ത്രിക ശക്തി പ്രയോഗിച്ച് മുത്തശ്ശനെ മാന്ത്രിക കയറിൽ ബന്ധിക്കുകയും മുത്തശ്ശൻ അലറി വിളിക്കുകയും ചെയ്യുകയാണ്. ആ രണ്ട് നാഗങ്ങളും മുത്തശ്ശന്റെ അടുത്ത് പോവുകയാണ്. മുത്തശ്ശൻ പേടിച്ച് നിലവിളിക്കുകയാണ്. ഇതെല്ലാം അവിടെ വരുന്ന മോഹിനിയും രംഭയും കാണുന്നു. ആ രണ്ട് നാഗങ്ങൾ പാറുവും ബുൾബുലുമായിരിക്കുമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ആ സമയം അവിടേക്ക് പാറുവും ബുൾബുലും വരുന്നു. അവർ നാഗത്തിനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. പാറുവിനെയും ബുൾബുലിനെയും കാണുന്ന മോഹിനിക്ക് അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ ഈ രണ്ട് നാഗങ്ങൾ ഏതാണെന്ന് ഡൗട്ട് തോന്നുകയാണ്. ഡൗട്ട് തോന്നുന്ന മോഹിനി സ്റ്റോർ റൂമിൽ വച്ചിരിക്കുന്ന ഛായാചിത്രത്തിന്റെ പുറകിലുള്ള ഡോർ വഴി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ രണ്ട് നാഗങ്ങൾ ഇരിക്കുന്നത് കാണുന്ന മോഹിനിക്ക് സമാധാനമാവുകയാണ്. ഈ രണ്ട് നാഗങ്ങളാണ് മുത്തശ്ശന്റെ റൂമിലുള്ളതെന്നാണ് മോഹിനി വിചാരിച്ചത്. ശേഷം മോഹിനി അവിടെയുള്ള ഒരു ഡോറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആ ഡോറിൽ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. ഈ ഡോറിന്റെ മുന്നിൽ കാവൽ നിൽക്കുന്നവരാണ് ആ രണ്ട് നാഗങ്ങൾ. ഡോറിന്റെ അകത്ത് എന്താണെന്ന് മോഹിനി പറയുന്നില്ല. അടുത്ത സീനിൽ മന്ത്രി ഫംഗ്ഷന് വരികയാണ്. സൂരജിനെ മാറ്റി നിർത്തിയിട്ട് മന്ത്രി സൂരജിനോട് പാറുവിനെ മന്ത്രിക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുകയാണ്. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് മോഹിനി കേൾക്കുന്നു. സൂരജ് മന്ത്രിയോട് പാറുവിന്റെയും ദേവിന്റെയും വിവാഹം കഴിഞ്ഞ കാര്യം പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന മന്ത്രി അവിടെ നിന്ന് പോകുന്ന വഴി മന്ത്രിയുടെ അടുത്ത് വരുന്ന മോഹിനി മന്ത്രിയുമായി ഒരു ഡീല് പറയുകയാണ്. അടുത്ത സീനിൽ പാറു ബുൾബുലിനെ സീതയുടെ വേഷത്തിൽ ഒരുക്കുകയാണ്. ശേഷം അവരെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുകയാണ്. ദേവ് കുറച്ച് ജോലി ചെയ്ത് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. മോഹിനി കാലുവേദനയുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോകാതെ അവിടെ നിൽക്കുന്നു. ബാക്കി എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും കാറിൽ കയറി പോകുന്നത് കാണുന്ന മോഹിനി ആ കാര്യം മന്ത്രിയെ വിളിച്ച് അറിയിക്കുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ അവരെ ദേവ് ഫോണിൽ വിളിക്കുന്നു. ബുൾബുല് ദേവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ കുറച്ചു പേർ അവരുടെ കാറ് തടഞ്ഞ് പാറുവിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ കാര്യം ദേവ് അറിയുകയാണ്. കാള് കട്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ നടക്കുന്നതെല്ലാം ദേവ് മനസ്സിലാക്കുകയും ദേവ് പാലസിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ മോഹിനി ദേവിനെ തടയുകയാണ്. രൂപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് നമുക്ക് നല്ലതല്ലേ എന്ന് മോഹിനി പറയുമ്പോൾ രൂപ എന്റെ വൈഫാണ്, അവളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് ദേവ് അവിടെ നിന്നും പോകുന്നു. ദേവ് അങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് ഷോക്കിൽ നിൽക്കുകയാണ് മോഹിനി. മറുവശത്ത് പാറുവിനെ അവർ ഒരു സ്ഥലത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ ബുൾബുലും വരുന്നു. ബുൾബുല് അവർ വന്ന കാറിന്റെ ഡിക്കിയിൽ അവരാരും കാണാതെ കയറിയിട്ടുണ്ടായിരുന്നു. ബുൾബുല് പാറുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും കൂടി പാറുവിനെയും ബുൾബുലിനെയും പിടിച്ച് ഒരു റൂമിൽ പൂട്ടിയിടുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അവരുടെ മുന്നിൽ മന്ത്രി വരുന്നു. മന്ത്രി പാറുവിനെ ഈ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോകുമെന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന ബുൾബുല് അയാളോട് എതിർത്ത് സംസാരിക്കുകയും അത് കേട്ട് ദേഷ്യം വരുന്ന അയാൾ ബുൾബുലിനെ ദൂരേക്ക് പിടിച്ച് തള്ളിയിടുകയും താഴെ വീഴുന്ന ബുൾബുലിന്റെ ബോധം പോവുകയും ചെയ്യുന്നു. ഈ സമയം ഫോണിൽ ബുൾബുലിന് അയച്ചു കൊടുത്ത ലൊക്കേഷൻ നോക്കി ദേവ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബുൾബുല് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന പാറു പകുതി നാഗമായി മാറുകയാണ്. അത് കണ്ട് പേടിക്കുന്ന അയാൾ ഗണ്ണെടുത്ത് പാറുവിനെ ഷൂട്ട് ചെയ്യുന്നു. പാറു താഴെ വീഴുകയാണ്. അപ്പോൾ അവിടെ ദേവ് വരുന്നു. ദേവ് അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും അടിക്കുകയാണ്. പാറുവിനെ കണ്ട് പേടിച്ച അയാൾ പിന്നെയും ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പാറു അയാളുടെ കയ്യിലിരിക്കുന്ന ഗണ്ണ് വാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്. ശേഷം അയാളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ ബുൾബുലിന് ബോധം വരുന്നുണ്ടെന്നും ബുൾബുല് കണ്ണു തുറക്കുമെന്നും മനസ്സിലാക്കുന്ന പാറു മന്ത്രിയുടെ ഓർമ്മ മാച്ചു കളയുകയാണ്. ബുൾബുൽ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് പാറു താഴെ കിടക്കുന്നതാണ്. അത് കണ്ട് പേടിച്ച് കരയുകയാണ് ബുൾബുല്. അപ്പോൾ അവിടെ ദേവ് വരുന്നു. ദേവ് പാറുവിന്റെ അവസ്ഥ കണ്ട് പാറുവിനോട് പാറുവിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വളരെ ടെൻഷനോടെ ദേവ് ഇട്ടിരുന്ന ഡ്രസ്സ് വലിച്ചു കീറി പാറുവിന്റെ വയറ്റിൽ കെട്ടുകയും പാറുവിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ പാറുവിനെയും കൊണ്ട് ദേവ് വരുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മോഹിനിയും രംഭയും. പ്ലാൻ ഫ്ലോപ്പ് ആയെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പാറുവിനെ കാണുന്ന ദേവിന് പാറുവിനോട് ചെറിയൊരു ഇഷ്ടം തോന്നുകയാണ്. ആദ്യ മയക്കത്തിൽ പാറു ദേവ് എന്ന് വിളിക്കുന്നത് കേൾക്കുന്ന ദേവ് പാറുവിനെ കിസ് ചെയ്യുകയാണ്. പാറുവിന്റെ അടുത്ത് ദേവ് ഇരിക്കുന്നത് കാണുന്ന മോഹിനിക്ക് അവിടെ നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം പാറുവിനോടുള്ള ദേവിന്റെ സ്നേഹം മോഹിനി ദേവിന്റെ ഹൃദയത്തിൽ ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. പാറുവിന്റെ മനസ്സിൽ ദേവിനോട് സത്യസന്ധമായിട്ടുള്ള സ്നേഹം തോന്നിയാൽ മാത്രമേ അത് മാറുക
മാറുകയുള്ളൂ. പാറുവിന് എങ്ങനെ ദേവിനെ സ്നേഹിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് മോഹിനി ദേവ് ഉറങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ദേവ് ഉറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന മോഹിനി ഓക്സിജൻ സിലിണ്ടർ ഓഫ് ചെയ്യുകയാണ്. അത് കാരണം പാറു ഓക്സിജൻ കിട്ടാതെ പിടയുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ പാറുവിന്റെ സൗണ്ട് കേട്ട് ദേവ് ഉണരുകയാണ്. പാറു കട്ടിലിൽ കിടന്ന് പിടയുന്നത് കാണുന്ന ദേവ് ഓടി പാറുവിന്റെ അടുത്തേക്ക് പോയി വളരെ ടെൻഷനോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഓഫ് ആയത് കാണുന്ന ദേവ് സിലിണ്ടർ ഓൺ ആക്കുകയാണ്. അങ്ങനെ പാറു രക്ഷപ്പെടുകയും പാറുവിന് ബോധം വരികയും പാറു കണ്ണു തുറക്കുകയും ചെയ്യുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ദേവ്. പ്ലാൻ ഫ്ലോപ്പ് ആയതിൽ ദേഷ്യത്തോടെ മോഹിനി അവിടെ നിന്ന് സീക്രട്ട് റൂമിലേക്ക് പോവുകയും അവിടെ ഇരിക്കുന്ന ഒരു ബോക്സിൽ നിന്ന് കത്തി എടുത്തിട്ട് ഈ കത്തി ഒരു നാഗത്തിനെതിരെ പ്രയോഗിച്ചാൽ പിന്നെ ആ നാഗം മോഹിനിയുടെ അടിമയായിരിക്കും. ബുൽബുലിന് 7 വയസ്സാകുമ്പോൾ ബുൽബുലിനെ ഈ കത്തി കൊണ്ട് കുത്തി അടിമയാക്കി നാഗമാണിക്യം സ്വന്തമാക്കാനാണ് ഈ കത്തി സൂക്ഷിച്ചു വച്ചിരുന്നത്. ഇപ്പോൾ ഈ കത്തിയുടെ ആവശ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് കത്തിയിൽ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. മറുവശത്ത് പാറു കണ്ണു തുറന്നു എന്ന് അറിഞ്ഞ് അവിടെ എല്ലാവരും വരികയാണ്. ബുൽബുൽ വളരെ സന്തോഷത്തിലാണ്. ശേഷം ബുൽബുൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകാൻ അവിടെ നിന്നും പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ ദേവിക പാറുവിന് കുടിക്കാൻ ജ്യൂസുമായി അവിടേക്ക് വരികയും പെട്ടെന്ന് ദേവികയുടെ മുഖഭാവം മാറുകയും ദേവിക കയ്യിലിരിക്കുന്ന കത്തി എടുത്ത് പാറുവിനെ കുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദേവികയുടെ പെട്ടെന്നുള്ള മാറ്റം എന്താണെന്ന് പാറുവിന് മനസ്സിലാകുന്നുണ്ട്. പാറു കത്തിയുടെ കുത്തിൽ നിന്നെല്ലാം ഭാഗ്യം പോലെ രക്ഷപ്പെടുന്നു. പാറുവിന്റെ കരച്ചിൽ കേൾക്കുന്ന ദേവിക നോർമലാവുകയാണ്. ഈ സമയം നോക്കി പാറു ദേവികയുടെ കയ്യിലിരിക്കുന്ന കത്തി പിടിച്ച് വാങ്ങുകയും അത് അവിടെ മറച്ചു വെക്കുകയും ചെയ്യുന്നു. ദേവികയ്ക്ക് എങ്ങനെയാണ് അവിടെ വന്നതെന്ന് ഓർമ്മയില്ല. ദേവിക കാരണം കത്തി നഷ്ടപ്പെട്ടത് മോഹിനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ദേഷ്യം വരുന്ന മോഹിനി ദേവികയെ മാന്ത്രിക മുടി ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയം അവിടെ ബുൽബുൽ വരുന്നു. ബുൽബുൽ ആ കാഴ്ച കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. ശേഷം ബുൽബുൽ ദേവികയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മോഹിനിയുടെ കയ്യിൽ കടിക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന മോഹിനി ബുൽബുലിനെയും ഉപദ്രവിക്കുകയാണ്. ദേഷ്യം കൂടുന്ന മോഹിനി രണ്ടുപേരെയും കൊല്ലുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നത് കാണുന്ന രംഭ മോഹിനിയെ തടയുകയാണ്. ഇവരെ എന്തെങ്കിലും ചെയ്താൽ ചേച്ചിക്ക് ഒരിക്കലും ദേവിനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി അവരെ വെറുതെ വിടുകയും മോഹിനി ദേവികയുടെ ഓർമ്മ മാച്ചു കളയുകയും ചെയ്യുന്നു. പേടിച്ച ബുൽബുല് ദേവികയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. കത്തി തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചു നിൽക്കുന്ന മോഹിനി അവിടെ പരുന്തിന്റെ പ്രതിമ ഇരിക്കുന്നത് കാണുകയാണ്. അത് കാണുന്ന മോഹിനി ആ പ്രതിമയ്ക്ക് ശക്തി പ്രയോഗിച്ച് ജീവൻ കൊടുക്കുകയും എന്നിട്ട് ആ പരുന്തിനോട് പാറുവിന്റെ കയ്യിലുള്ള കത്തി എടുത്തു കൊണ്ടുവരാനും പറയുകയാണ്. അത് കേൾക്കുന്ന പരുന്ത് അവിടെ നിന്നും പാറുവിന്റെ റൂമിലേക്ക് പോകുന്നു. അവിടെ വരുന്ന പരുന്ത് റൂം മുഴുവൻ കത്തി നോക്കുകയാണ്. അവസാനം പില്ലോയുടെ അടിയിലിരിക്കുന്ന കത്തി കാണുന്ന പരുന്ത് അത് എടുക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന പാറുവിന് കാര്യം മനസ്സിലാവുകയാണ്. മോഹിനിക്ക് ഈ കത്തി കൊണ്ട് എന്താണ് ആവശ്യമുള്ളത്, ഈ കത്തിക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നൊക്കെ മനസ്സിൽ പറയുന്ന പാറു പകുതി നാഗമായി മാറി പരുന്തിനെ അവിടെ നിന്ന് ഓട്ടിച്ചു വിടുകയാണ്. ശേഷം ആ പരുന്ത് മോഹിനിയുടെ അടുത്ത് വരുന്നു. മോഹിനിക്ക് പരുന്തിനെ കണ്ട ഉടൻ തന്നെ കാര്യം മനസ്സിലാവുകയാണ്. മോഹിനി ഈ കാര്യം രംഭയോട് പറയുമ്പോൾ രംഭ കത്തി എടുത്തുകൊണ്ട് വരാമെന്ന് മോഹിനിക്ക് വാക്കു കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ രംഭ കൊതുകിന് മരുന്ന് അടിക്കുന്ന ആളിന്റെ വേഷത്തിൽ വരികയും പാറുവിന്റെ റൂമിലേക്ക് പോവുകയും ആ റൂം മുഴുവൻ പുകയാക്കിയതിന് ശേഷം അവിടെ ഇരിക്കുന്ന കത്തി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അത് പാറു കാണുകയും ചെയ്യുന്നു. അത് കാണുന്ന പാറു തന്റെ ശക്തി പ്രയോഗിച്ച് രംഭയെ ബോധം കെടുത്തിയിട്ട് രംഭയുടെ വേഷത്തിൽ അവിടെ നിന്നും പോകുന്നു. തുടർന്ന് മോഹിനിയുടെ അടുത്ത് കത്തിയുമായി രംഭ വരുന്നു. രംഭയുടെ കയ്യിൽ കത്തി കാണുന്ന മോഹിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. രംഭയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ രംഭ മോഹിനിയുടെ കയ്യിൽ കത്തി കൊടുക്കുന്നതിന് പകരം മോഹിനിയോട് ഈ കത്തി കൊണ്ട് മനുഷ്യരെ കൊല്ലാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മോഹിനി രംഭയോട് ഈ കത്തി കൊണ്ട് ആരെയും കൊല്ലാൻ കഴിയില്ല, നമുക്ക് മറ്റുള്ളവരെ അടിമയാക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. അത് കേട്ട ഉടൻ തന്നെ രംഭ മോഹിനിയോട് അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ചേച്ചി എന്റെ അടിമ എന്ന് പറഞ്ഞ് രംഭ മോഹിനിയെ കുത്തുകയാണ്. മോഹിനി വേദന കൊണ്ട് പിടയുകയാണ്. ഈ സമയം രംഭ പാറുവായി മാറുന്നു. കുറച്ചു കഴിയുമ്പോൾ ബോധം വരുന്ന മോഹിനി പാറുവിന്റെ പുറകെ നടന്ന് പാറുവിന് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. പാറു പറയുന്നതെല്ലാം കേട്ട് പാറുവിന്റെ പുറകെ ഒരു അടിമയെ പോലെ നടക്കുകയാണ് മോഹിനി. ഇതെല്ലാം കാണുന്ന രംഭയ്ക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്.
മോഹിനിയോട് പാറുവിനെ കുറിച്ച് തെറ്റായ ഒരു വാക്ക് രംഭ പറഞ്ഞു എന്ന് പറഞ്ഞ് മോഹിനി രംഭയെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് രംഭയോട് എന്റെ പാറുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് വയലന്റായി പറയുകയാണ്. മോഹിനിയുടെ സ്വഭാവ മാറ്റം കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് രംഭ. ശേഷം പാറുവിന് ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കി കൊടുക്കുന്ന മോഹിനിയോട് പാറു പഴയ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആരൊക്കെയാണ് മോഹിനിയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ബുൽബുൽ വരുന്നു. ബുൽബുലിനോട് പാറു മോഹിനി ഇനി മുതൽ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബുൽബുല് മോഹിനിയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. റൂമിൽ പോകുന്ന ബുൽബുലിനെ മ്യൂസിക് ഇട്ടിട്ട് ഡാൻസ് ചെയ്യാൻ മോഹിനിയോട് പറയുകയും മോഹിനിയെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കുകയും ചെയ്യുകയാണ്. യാതൊരു മടിയും കൂടാതെ മോഹിനി അതെല്ലാം ചെയ്യുകയാണ്. ഇതെല്ലാം മറഞ്ഞു നിന്ന് രംഭ കാണുന്നുണ്ട്. ചേച്ചിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ആലോചിച്ചു നിൽക്കുകയാണ് രംഭ. ശേഷം മോഹിനിയെ കാണുന്ന പാറു മോഹിനിയോട് നേരത്തെ പറയാൻ വന്ന രഹസ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പാറുവിനെയും വിളിച്ചുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ഇരിക്കുന്ന ഛായാചിത്രം കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ പുറകിൽ ഒരു ഡോർ ഉണ്ടെന്നും ആ ഡോറിന്റെ അകത്തായി ഒത്തിരി രഹസ്യങ്ങൾ ഉണ്ടെന്നും പറയുന്ന സമയം അവിടെ മറിഞ്ഞിരുന്ന 3 മുഖംമൂടികൾ പാറുവിന്റെ തലയ്ക്ക് അടിക്കുകയും പാറുവിന്റെ ബോധം പോവുകയും ചെയ്യുന്നു. അത് കണ്ട് മോഹിനിക്ക് ദേഷ്യം വരികയാണ്. മോഹിനി ഇപ്പോൾ പാറുവിന്റെ അടിമയായത് കൊണ്ട് മോഹിനി അവരെ ഉപദ്രവിക്കുകയാണ്. മോഹിനി മുഖംമൂടികളെ ഉപദ്രവിക്കുന്നത് കാണുന്ന രംഭ മോഹിനിയുടെ മേൽ ശക്തി പ്രയോഗിക്കുമ്പോൾ മോഹിനി ബോധം കെട്ട് വീഴുന്നു. ശേഷം മോഹിനിയെ എടുത്തുകൊണ്ട് അവർ സീക്രട്ട് റൂമിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ബാവ പൂജ ചെയ്യുകയാണ്. മോഹിനി കാണുന്ന ബാവ മോഹിനി പഴയതുപോലെ ആവണമെങ്കിൽ ഒരു മനുഷ്യ ബലി കൊടുക്കണമെന്ന് പറയുകയാണ്. ആദ്യം രംഭ 3 മുഖംമൂടികളിൽ ഒരാളായ മുത്തശ്ശന്റെ ബലി കൊടുക്കാമെന്ന് തീരുമാനിക്കുമെങ്കിലും പിന്നീട് ആ ബാവയെ തന്നെ രംഭ കൊല്ലുകയാണ്. ആ സമയം മോഹിനിയുടെ ശരീരത്തിലുള്ള ശക്തി പോവുകയും മോഹിനി പഴയതുപോലെ ആവുകയും ചെയ്യുന്നു. രംഭ പറഞ്ഞ് മോഹിനി എല്ലാ കാര്യങ്ങളും അറിയുകയാണ്. എന്നെ അടിമയാക്കിയ പാറുവിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. ശേഷം മോഹിനി അവരുടെ മുന്നിൽ പഴയതുപോലെ അടിമയെ തന്നെ അഭിനയിക്കാൻ തീരുമാനിക്കുകയാണ്. തുടർന്ന് മോഹിനി ബുൽബുലിന്റെ അടുത്ത് പോയിട്ട് പിക്നിക്കിന് പോകുന്ന കാര്യം പറയുകയാണ്. ബുൽബുലിന് ആ കാര്യം ഇഷ്ടപ്പെടുകയും ദേവിനോടും പാറുവിനോടും ബുൽബുൽ പറയുമ്പോൾ ദേവും പാറുവും സമ്മതിക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ പാറുവിനെ സാരി ഉടുക്കാൻ ദേവ് ഹെൽപ്പ് ചെയ്യുകയാണ്. പാറു ദേവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. അതെല്ലാം ഒരു പാട്ടിലൂടെ കാണിക്കുന്നു. ശേഷം പിക്നിക്കിന് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ മോഹിനി അവിടെ നിൽക്കുന്ന ഒരു മൃഗത്തിനെ കൺട്രോളിലാക്കുകയും ആ മൃഗം ബുൽബുലിന് നേരെ വയലന്റായി ഓടുകയും ചെയ്യുന്നു. ആ മൃഗം വരുന്നത് കാണുന്ന പാറു ബുൽബുലിനെ തള്ളി മാറ്റുകയാണ്. ശേഷം ആ മൃഗം പാറുവിന്റെ നേരെ വരുന്നത് കാണുന്ന പാറു അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ പാറുവിന്റെ മുന്നിൽ ദേവ് വരുന്നു. ദേവ് ആ മൃഗത്തിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ്. ആ മൃഗം ദേവിനെ ഉപദ്രവിക്കുന്നു. ദേവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറഞ്ഞ് പേടിച്ചു നിൽക്കുകയാണ് മോഹിനി. ദേവിനെ ആ മൃഗം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന പാറു അവിടെ കാറ്റുണ്ടാക്കുകയാണ്. കാറ്റ് കാരണം ആർക്കും പരസ്പരം കാണാൻ കഴിയാതെ നിൽക്കുന്ന സമയം നോക്കി പാറു പകുതി നാഗമായി മാറി ആ മൃഗത്തിനെ ഉപദ്രവിക്കുകയാണ്. ശേഷം പാറുവായി മാറി ബോധമില്ലാതെ കിടക്കുന്ന ദേവിന്റെ അടുത്തേക്ക് പോവുകയാണ് പാറു എത്ര വിളിച്ചിട്ടും ദേവ് കണ്ണു തുറക്കാത്തത് കാണുന്ന പാറുവിന് വിഷമം വരികയാണ്. പാറു അലറി വിളിച്ച് കരയുകയാണ്. പാറു മഹാദേവനെ വിളിച്ചിട്ട് എന്റെ ദേവിനെ രക്ഷിക്കൂ മഹാദേവ എന്ന് പറഞ്ഞ് കരയുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ദേവ് കണ്ണു തുറക്കുന്ന ദേവ് ആ മൃഗം എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. ആ മൃഗത്തിനെ ദേവ് തന്നെയാണ് അറ്റാക്ക് ചെയ്തതെന്നും ആ മൃഗം പേടിച്ച് ഓടിയെന്നും പറയുകയാണ് പാറു. ദേവിന് അതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ല എന്ന് പറയുകയാണ്. മോഹിനിക്ക് പാറുവാണ് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാകുന്നുണ്ട്. അടുത്ത സീനിൽ പൂജ നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടി ദേവ് പാറുവിനെ വിളിക്കുമ്പോൾ പാറു പൂജയ്ക്ക് ദേവിന്റെ കൂടെ ഇരിക്കാൻ മടിച്ചു നിൽക്കുന്നത് കാണുന്ന ദേവ് പാറുവിനെയാണ് ഞാൻ വിവാഹം കഴിച്ചതെന്നും അതുകൊണ്ട് എന്റെ അടുത്ത് പാറു ഇരുന്നാൽ മതി എന്നും പറയുകയാണ്. മോഹിനി ഒരു രക്ഷസായതുകൊണ്ട് പൂജയ്ക്ക് ഇരിക്കാൻ മോഹിനിക്ക് കഴിയില്ല. അതുകൊണ്ട് മോഹിനിയും പാറുവിനോട് പൂജയ്ക്ക് ഇരിക്കാൻ പറയുകയാണ്. മുത്തശ്ശൻ കാണാതിരിക്കാൻ വേണ്ടി ദേവിക പാറുവിന്റെ തലയിൽ ഒരു ഷോൾ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം അവർ രണ്ടുപേരും പൂജയ്ക്ക് ഇരിക്കുന്നു. പൂജയുടെ അവസാനം എല്ലാവർക്കും പൂജ ചെയ്യാനിരുന്ന സന്യാസിനി പ്രസാദം കൊടുക്കുകയാണ്. ഇതിനിടയിൽ പാറു സന്യാസിനിയായ രൂപം മാറി വന്ന് അവരോട് അവർക്ക് കുറച്ചു മുമ്പ് കൊടുത്ത പ്രസാദം കഴിച്ചവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ രക്തം ഛർദ്ദിച്ച് മരിക്കുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മുത്തശ്ശൻ ഉടൻ തന്നെ പ്രസാദം തുപ്പിക്കളയുന്നു. ബാക്കിയുള്ളവരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയം യഥാർത്ഥ സന്യാസിനി വരുന്നത് കാണുന്ന പാറുവായ സന്യാസിനി അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ മുത്തശ്ശൻ ഉൾപ്പെടെ 3 മുഖംമൂടികൾ മോഹിനിയുടെ അടുത്ത് പോവുകയും അവർ മോഹിനിയോട് പ്രസാദം കഴിച്ചതുകൊണ്ട് മോഹിനിയുടെ ശക്തി പ്രയോഗിച്ച് മോഹിനി അവരെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന മോഹിനി
മോഹിനി അവർക്കെതിരെ ശക്തി പ്രയോഗിച്ച് അവരെ ഉപദ്രവിക്കുകയാണ്. മറുവശത്ത് ആരെങ്കിലും പേടിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കി പോകുന്ന പാറു ചാന്ദിനി ഛർദ്ദിക്കുന്നത് കേൾക്കുകയാണ്. ചാന്ദിനിയായിരിക്കും ആ മുഖംമൂടികളിൽ ഒരാളെന്ന് തോന്നുന്ന പാറു പകുതി നാഗമായി മാറി ചാന്ദിനിയെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയം ചാന്ദിനി ഒരു അമ്മയാകാൻ പോകുന്ന കാര്യം അറിയുന്ന പാറു യഥാർത്ഥ രൂപത്തിലായി മാറി ചാന്ദിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. ചാന്ദിനി ഈ കാര്യം എങ്ങനെ എല്ലാവരോടും പറയുമെന്ന് ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ദേവികയും ഈ കാര്യം അറിയുകയാണ്. അതറിയുന്ന സന്തോഷത്തിൽ ദേവിക ചാന്ദിനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം ദേവിക ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. ചാന്ദിനി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷേ രമണിന് ദേഷ്യം വരികയും രമണ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ പ്ലാൻ ഫ്ലോപ്പായത് ഓർമ്മിച്ച് വിഷമിച്ച് നിൽക്കുന്ന പാറുവിന് ഒരു ദിവസം സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി മോഹിനി പറഞ്ഞ ഡോറ് ഓർമ്മ വരികയാണ്. ശേഷം പാറു സ്റ്റോർ റൂമിൽ പോകുമ്പോൾ ഒരു കുഞ്ഞിന്റെ സൗണ്ട് കേട്ട് പാറു അവിടെ നിന്നും സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ മോഹിനി രംഭയും നിൽക്കുന്നു. പാറുവിന് മോഹിനി രംഭയും പാറുവിനെ ചതിച്ചതാണെന്ന് മനസ്സിലാവുകയാണ്. ശേഷം മോഹിനി ശക്തി പ്രയോഗിച്ച് പാറുവിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ബുൽബുൽ വരുന്നു. പാറുവിന്റെ അവസ്ഥ കാണുന്ന ബുൽബുല് ദേവിനെ ഫോണിൽ വിളിക്കുകയാണ്. ആളെടുക്കുന്ന ദേവ് ബുൽബുല് കരയുന്നത് കാണുന്നു. ദേവ് ബുൽബുലിനോട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്ന സമയം മോഹിനി ബുൽബുലിനെ കാണുകയാണ്. ബുൽബുല് മോഹിനിയെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ദേവികയോട് ബുൽബുൽ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അവരാരും കാണാത്തത് കൊണ്ട് ബുൽബുലിനെ അവർ രണ്ടുപേരും രണ്ട് സൈഡിലായി അന്വേഷിച്ചു പോവുകയാണ്. മറുവശത്ത് സ്റ്റോർ റൂമിന്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന ബുൽബുലിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മോഹിനി ഒരു ടോയ്ക്ക് ജീവൻ കൊടുക്കുകയാണ്. അത് ബുൽബുലിന്റെ അടുത്തേക്ക് പോവുകയാണ്. ബുൽബുല് ആ മൃഗത്തിനെ കണ്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ബുൽബുലിന്റെ കരച്ചിൽ കേട്ട് കണ്ണു തുറക്കുന്ന പാറു സ്റ്റോർ റൂമിലേക്ക് വരികയും ബുൽബുലിനെ ആ മൃഗം ഉപദ്രവിക്കാൻ പോകുന്നത് കാണുന്ന പാറു ബുൽബുലിനോട് മറഞ്ഞു നിൽക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ബുൽബുൽ അവിടെ നിന്ന് മാറുന്നതും പാറു പകുതി നാഗമായി മാറി ആ മൃഗത്തിനെ ഉപദ്രവിക്കുകയും അവസാനം ആ മൃഗം പാവയായി മാറുകയും ചെയ്യുന്നു. തുടർന്ന് പാറു യഥാർത്ഥ രൂപത്തിലായി ബുൽബുലിന്റെ അടുത്തേക്ക് പോവുകയാണ്. ബുൽബുൽ പേടിച്ച് ഇരിക്കുകയാണ്. ആ സമയം അവിടേക്ക് ദേവും മോഹിനിയും വരുന്നു. ദേവ് ബുൽബുലിനോട് കരഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ടോയ് ഇഷ്ടപ്പെട്ടു, അത് വാങ്ങാൻ കഴിയില്ല എന്ന് അമ്മ പറഞ്ഞു, അതാണ് കരഞ്ഞതെന്ന് പറയുകയാണ്. ബുൽബുല് മോഹിനിയെ നോക്കി പേടിച്ച് നിൽക്കുന്നത് പാറു ശ്രദ്ധിക്കുകയാണ്. മോഹിനിയോടുള്ള ബുൽബുലിന്റെ പേടി എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് പാറുവിന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്